ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തടി കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മളുടെ വയറൊക്കെ ഒന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഓട്സിൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ഷുഗർ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. മാത്രമല്ല ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള എന്നാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ വയറ് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ പട്ടിണി കിടന്ന് തടി കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മാസം ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു സ്മൂത്തി ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ 5 കിലോ വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്നുള്ളത് വീഡിയോ കാണാം. ഈ ഒരു സ്മൂത്തി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമുള്ളത് റോബസ്റ്റ പഴമാണ്. അപ്പോൾ ഇവിടെ ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. വലിയ പഴമാണെങ്കിൽ 1 മതി. റോബസ്റ്റ പഴത്തിൽ വന്നിട്ട് ധാരാളം വൈറ്റൽ ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളുടെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ആവശ്യമുള്ളത് കാരക്കയാണ്. നമുക്ക് ഈ ഒരു സ്മൂത്തിക്ക് എത്രയാണോ മധുരം ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കാരക്ക എടുക്കാം. അപ്പം ഞാനിവിടെ 3 കാരക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. 3 കാരക്കയിൽ കൂടുതൽ എടുക്കാണ്ടിരിക്കുക. നിങ്ങൾക്ക് കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ 1 കാരക്ക എടുത്താലും മതി. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. അപ്പം ഞാനിവിടെ 4 സ്പൂൺ ഓട്സ് എടുക്കുന്നുണ്ട്. ഇത് നമ്മളുടെ വയറ് നന്നായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ഓട്സ് വാങ്ങുമ്പം 0% ആഡഡ് ഷുഗർ ആയിട്ടുള്ള ഓട്സ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ഇത് നമ്മളെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡിൻ്റെ പൗഡറാണ്. അപ്പം നമ്മളുടെ കയ്യിൽ ഫ്ലാക്സീഡിൻ്റെ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ ഫ്ലാക്സീഡ് വാങ്ങിച്ചിട്ട് അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. ഞാനിവിടെ 2 സ്പൂണ് ഫ്ലാക്സീഡിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലാക്സീഡിൽ വന്നിട്ട് ധാരാളം പ്രോട്ടീനും ഫൈബറും അതുപോലെ തന്നെ ഒമേഗ 3യും അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പീനട്ട് ബട്ടറാണ്. അപ്പോൾ ഈ ഒരു പീനട്ട് ബട്ടറിൽ വന്നിട്ട് ധാരാളം ന്യൂട്രിയൻസും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾ പീനട്ട് ബട്ടർ സെലക്ട് ചെയ്യുമ്പം ഇതുപോലെ 0 കൊളസ്ട്രോൾ ആയിട്ടുള്ള പീനട്ട് ബട്ടർ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു സ്മൂത്തി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പീനട്ട് ബട്ടറും ഫ്ലാക്സീഡും ഡേറ്റ്സും ബനാനയും ഒക്കെ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് ഉണ്ടാക്കുക. അതായത് ഡയറ്റ് ചെയ്ത് തടി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ധാരാളമായിട്ട് മുടി കൊഴിയുക, കണ്ണിന് ചുറ്റും കറുപ്പ് വരിക, നന്നായിട്ട് ക്ഷീണം തോന്നുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ നമ്മൾ ഈ ഒരു സ്മൂത്തി കഴിച്ചുകൊണ്ട് നമ്മളുടെ തടി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പം നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും ഫൈബറും ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ഈ ഒരു സ്മൂത്തിയിൽ വന്നിട്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫൈബർ കൂടിയ അളവിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് തരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലൊരു സ്മൂത്തി പരുവത്തിൽ അരച്ചെടുക്കാം. അപ്പം നമ്മളുടെ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.